Hi students, welcome back to our class. Today we are discussing a small topic that is health insurance. So what is health insurance? Health insurance is an insurance product which covers medical and surgical expenses of an insured individual. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഏതൊരു വ്യക്തിയാണോ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് അയാളുടെ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ സർജിക്കൽ എക്സ്പെൻസസും വഹിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത് ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ് റീഇംബേഴ്സസ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂ ടു ഇൽനസ് ഓർ ഇഞ്ചുറി or pays the care provider the insured individual directly. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തി അയാൾക്ക് എന്തെങ്കിലും അസുഖമോ പരിക്കോ തുടങ്ങിയവ ഉണ്ടായാൽ ഒന്നെങ്കിൽ ആ ഹെൽത്ത് ഇൻഷുറൻസ് നൽകിയ കമ്പനി ഡയറക്റ്റ് ആ വ്യക്തിക്ക് അതിന് ചെലവ് കൊടുക്കുകയോ അല്ലെങ്കിൽ അയാൾ എവിടെ നിന്നാണോ ചികിത്സ സ്വീകരിച്ചത് ആ ഹോസ്പിറ്റലിലേക്ക് അത് ഡയറക്റ്റ് കൊടുക്കുകയോ ചെയ്യും. Medicare and medical costs are rising on every year. എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസിന് പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത്? ആരോഗ്യരംഗത്തെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും വർഷം കൂടുന്തോറും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. As a matter of fact, inflation in Medicare is higher than inflation in food and other articles. ഭക്ഷണത്തിനും മറ്റു സാധനങ്ങൾക്കും വില കൂടുന്നതിനേക്കാൾ വലിയ അളവിൽ ഇത്തരത്തിലുള്ള ചികിത്സക്കും ഹോസ്പിറ്റൽ ചിലവുകളുടെ എല്ലാം വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. For an individual who hasn't saved that much money, arranging for funds at the 11th hour can be a task. കൂടുതൽ സേവിങ്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്നൊരു അവസാന സന്ദർഭത്തിൽ വെച്ച് വലിയ സംഖ്യ സ്വരൂപിക്കുക, ചികിത്സയ്ക്ക് വേണ്ടിയുള്ളത് സ്വരൂപിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. This is particularly daunting for seniors given that more ailments strike at an advanced age. പ്രായം തികഞ്ഞവർ അഥവാ വാർദ്ധക്യത്തിലുള്ളവർക്ക് ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ്. കാരണം നിത്യേന രോഗികളാണ് അവർ. അപ്പോൾ അവരുടെ ചികിത്സക്ക് പെട്ടെന്ന് തന്നെ പണം കണ്ടെത്തുക എന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. One way to provide for health-related medical emergencies is by taking health care. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യപരമായ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്യാഹിതങ്ങൾക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. Health insurance offers considerable flexibility in terms of disease or ailment coverage. വളരെ ഫ്ലെക്സിബിൾ ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മുടെ അസുഖവും നമ്മുടെ രോഗപ്രതിരോധവും അതുപോലെ തന്നെ രോഗം സുഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ വിശാലമായ ഒരു കവറേജ് ആണ് ഹെൽത്ത് ഇൻഷുറൻസിന് നൽകുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, certain health insurance plans cover as many as 30 critical illness and over 80 surgical procedures. ചില പ്രത്യേക കമ്പനികൾ കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിന് 30ഓളം മാരകമായ വളരെ അപകടകരമായ രോഗങ്ങളെയും അതുപോലെ തന്നെ 80ഓളം ഓപ്പറേഷനുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ എന്താണ് അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തി അതിൽപ്പെട്ട അവർ അഗ്രിമെൻറ്റിൽ രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു അസുഖമുണ്ടായാൽ ആ അസുഖത്തിന് ചെലവ് ആര് വഹിക്കും? കമ്പനി വഹിക്കും. The insurance plan disburses the payment towards surgery, illness, regardless of actual medical expenses. എത്രയാണ് ചെലവുകൾ എന്ന് നോക്കാതെ ആ അസുഖത്തിന് അതിന് ചികിത്സിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ സർജറി ആണെങ്കിൽ അതിന് എത്രയാണ് ചെലവ് വരുന്നത് അതനുസരിച്ചാണ് ഇൻഷുറൻസ് പ്ലാനുകൾ അതിനു വേണ്ടിയുള്ള പണം ഒന്നെങ്കിൽ ആ വ്യക്തിക്ക് നേരിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു ഏത് ഹോസ്പിറ്റലാണ് ചികിത്സിക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നു. The policy continues even after the benefit payment on selected illness. With the health insurance, you are assured of a more secure future, both health wise and money wise. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭാവി, ഒരു വ്യക്തിയുടെ ഭാവി, അവൻ്റെ ആരോഗ്യപരമായ ഭാവിയും അതുപോലെ തന്നെ അവൻ്റെ സാമ്പത്തികപരമായ ഭാവിയും സുസ്ഥിരമാകുന്നു, അവന് കൂടുതൽ സെക്യൂർ ആകുന്നു. This makes health insurance policy critical for individuals, especially if they are responsible for financial well-being of the family.
പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബം വലിയൊരു കുടുംബം ഉണ്ടാകുമ്പോൾ സാമ്പത്തികപരമായ ഭാരം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയുക? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ആൻ ഇൻഷുറൻസ് പ്രൊവൈഡർ. എന്താണ് ഇൻഷുറൻസ് പ്രൊവൈഡർ? എക്സാമ്പിൾ, ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ്, ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഹിസ് സ്പോൺസർ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അയാളുടെ സ്പോൺസർ, ദാറ്റ് ഈസ് ആൻ എംപ്ലോയർ ഓർ എ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രാക്റ്റാണ്. ആര് തമ്മിലുള്ള? ഇൻഷുറൻസ് കൊടുക്കുന്ന വ്യക്തിയും, അത് ഒരുപക്ഷെ എന്താകാം, ഒരു കമ്പനിയാകാം, പ്രൈവറ്റ് കമ്പനിയാകാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആകാം. എന്നിട്ട് ആ ഇൻഷുറൻസ് സ്വീകരിക്കുന്ന വ്യക്തി ഒരൊറ്റ വ്യക്തിയാകാം, ഒരു ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ആരാകാം, ഒരു കമ്പനി ആകാം. ആ കമ്പനി ആർക്ക് വേണ്ടി? ആ കമ്പനിയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് സ്വീകരിക്കുന്നത്. ദ കോൺട്രാക്ട് ക്യാൻ ബി റിന്യൂവബിൾ. ഈ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാം? റിന്യൂ ചെയ്യാം. അത് ആനുവലി ആണെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ മാസം, ഓർ ലൈഫ് ലോങ്, അല്ലെങ്കിൽ ജീവിത കാലയളവ്, മരണം വരെയുള്ള പോളിസികളൊക്കെ ഉണ്ട് ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് ഇൻഷുറൻസ്, ഓർ ബി മാൻഡറ്ററി ഫോർ ഓൾ സിറ്റിസൺ ഇൻ കേസ് ഓഫ് നാഷണൽ പ്ലാൻസ്. ചിലപ്പോഴൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താകാറുണ്ട്? നിർബന്ധമാകാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവിടേക്ക് പോകുന്ന എല്ലാവരും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളതാണ്. The type and amount of health care costs that will be covered by the health insurance provider are specified in writing in a member contract or evidence of coverage booklet for private insurance or in a national health policy for public insurance. ഇതിൽ ഈ പോയിന്റ് എന്താണ് പറഞ്ഞത്? എന്തെല്ലാം തരത്തിലുള്ള അസുഖങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ചികിത്സകൾ, എത്ര അളവിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോൺട്രാക്റ്റ്. നമ്മൾ ഓരോ വ്യക്തിയും ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യും, അതിൽ ഉൾപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഗവൺമെൻറ് ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ അതിൻ്റെ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായ വിവരങ്ങൾ. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യ പോലുള്ള രാജ്യത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എല്ലാവർക്കും എന്ത് ചെയ്യണം? ചികിത്സ ലഭിക്കേണ്ടതുണ്ട്, എവിടെ പോയാലും, ഏത് ഹോസ്പിറ്റലിലായാലും. അപ്പോൾ അത്തരത്തിൽ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു, ബൈ.